അലക്സാണ്ടർ വരുന്നു. നീ അകത്ത് പോ. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? സോറി മിസ്റ്റർ അലക്സാണ്ടർ. നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും എന്നേക്കാൾ പരിചയം നിനക്ക് തന്നെയാ. അതെ, തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ആ തെരുവ് തെണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് ആ തെണ്ടിത്തരം എടുപ്പിക്കരുത്. വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരീസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിംഗിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം, നീ മിടുക്കനാ, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ. അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൌണിൽ നിന്ന് എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത്. കണ്ണുകെട്ടി കളിക്കുമ്പോ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്. നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്. ഓക്കെ? നിയമപരമായിട്ട് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. ജെയിംസ് എയർപോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അറിഞ്ഞാൽ ആദ്യം കേസ് വരുന്ന ഹോസ്പിറ്റലിന് നേരെയായിരിക്കും. ക്രിമിനൽ കേസിൽ പെട്ട ആളെ അഡ്മിറ്റ് ചെയ്തതിന്. ഹോസ്പിറ്റൽ നമ്മുടേതാണെന്ന് കൂടി തെളിഞ്ഞാൽ ജെയിംസിന്റെ മരണം ഉൾപ്പെടെ എല്ലാ സംഭവത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെല്ലാം നമുക്കെതിരായിട്ടുള്ള തെളിവുകളായിട്ട് മാറും. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ വി ഫോർഗെറ്റ് ദാറ്റ്. നോ, പണം നഷ്ടപ്പെട്ടോട്ടെ, ഈ കാണുന്നതെല്ലാം പോയിക്കോട്ടെ, സാരമില്ല. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ടെൽ മീ, ആരാണ് ജെയിംസിനെ കൊന്നത്? IG.
നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാ വിട്ടത്? വെറുതെ. വെറുതെയോ? എല്ലാം പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് കാറിനടി ബോംബ് വെച്ചിട്ട് വെറുതെ വിട്ടെന്നോ? എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട. വേണ്ട. പക്ഷെ നാളെ കംപ്ലീറ്റ് റെയ്ഡാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരം വെളുക്കണ്ട, അതിനു മുമ്പ് അവരെത്തും. പോലീസിനെ കൊണ്ട് ആ IG. വരട്ടെ. വിനു, ഞാൻ നിങ്ങളുടെ വിനുവല്ല. ഐ എം അലക്സാണ്ടർ. വിനു നീ? അല്ല, നിങ്ങൾ കാള് മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ? നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപറ്റ ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട. തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്ന് അറിയാൻ, എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നും അതിലപ്പുറം ഒന്നും IG ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ? കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ടയുടനെ, വിനു എന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചോ? തെരുവിലറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണസമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ പേടി തോന്നുന്നു. നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ ഇവിടുത്തെ ആരും പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരത് സന്തോഷമായിട്ട് ചെയ്തോളും. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനെ ഓർത്തുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട. നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കുമോ? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കെ എന്നെ മോനെ എന്ന് വിളിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്?
സോറി ബാലേട്ട. കയറൂ. ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവര് നിന്റെ അമ്മയാണോ? അല്ല, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാ. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതും ആവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരൻ അവരെ ആട്ടും തൊപ്പും കൊണ്ട്, തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, തന്തയില്ലാതെ വളർന്ന ഒരുത്തന്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ ആൾ വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങി പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുന്തിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓച്ചാന പാടണോ? പറയടാ. അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ടി നിൽക്കുമ്പോ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു? കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കൊന്തയും കെട്ടി തന്നു. അങ്ങനെ നായർ തറവാട്ടിൽ പിറന്ന വിനു അലക്സാണ്ടറായി. പറയടാ, ഇവരാണോ തള്ള? ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? പുറകിലുള്ളത് സ്വന്തം നെഴല് തന്നെയാ. പേര് മാറിയാലും കഴുത്തിലൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല. വിനു, പുറകിൽ നിന്ന് ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്മയാണെന്ന് പറയണ്ട. ഏതായി കുട്ടി? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ മാഷേ? എത്ര നാളായി കൊണ്ടും കൊടുത്തും ജീവിക്കുക. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞാൻ പഠിച്ച പഠിപ്പിന് ഈ ജോലി തന്നെ കറക്റ്റ് മാഷേ. എന്താ ഇപ്പൊ ഒരു കാറ്? അലക്സല്ലേ, ഒരു നിമിഷം. വരൂ. എന്താ കാര്യം? അലക്സേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെയാ. അഡ്വാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നെല്ലാം ഞാൻ പിന്നീട് പറയാം. ഓ, മതി. വരട്ടെ.